നമ്മൾ ഇന്ന് ലോട്ട് എടുക്കാൻ പോവാണ്. എല്ലാ വർഷവും വിഷുവിനും ഓണത്തിനൊക്കെ ഇവിടെ കറികൾ നമ്മൾ ലോട്ട് എടുക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇന്ന് പോവാണ്. എനിക്ക് ഇന്ന് ഏത് കറി കിട്ടുമെന്ന് അറിയില്ല. എനിക്കിവിടെ ഫസ്റ്റ് വന്നപ്പോൾ ഓണത്തിനായിരുന്നു ഫസ്റ്റ് ഇവിടെ ഉണ്ടായിരുന്നത് കേട്ടോ. അന്ന് കുഞ്ഞാപ്പി ഭയങ്കര ചെറുതായ കാരണം എനിക്ക് മോരാണ് കിട്ടിയത്. പിന്നത്തെ വിഷുവിന് എനിക്ക് കിട്ടിയത് ഈ പൈനാപ്പിളിന്റെ കറിയായിരുന്നു. പിന്നത്തെ ഓണത്തിന് എനിക്ക് കിട്ടിയത് കാളനായിരുന്നു. അത് കഴിഞ്ഞിട്ട് കിട്ടിയത് എനിക്ക് ഇതായിരുന്നു, ഓലനായിരുന്നു. ഈ ഓണത്തിന് എന്താണാവോ കിട്ടുക ദൈവത്തിനറിയാം. സോ ഗൈസ്, നമുക്ക് ലോട്ട് എടുത്തിട്ട് വരാം. ഇന്ന് കുഞ്ഞുങ്ങളുടെ ഡാൻസ് ഉണ്ട് കേട്ടോ. നമ്മുടെ കുഞ്ഞാപ്പി ആ പ്രായത്തിലുള്ള പിള്ളേരൊക്കെ ഡാൻസിന് ഉണ്ട്. ഞാനാണ് പഠിപ്പിക്കണത്. അപ്പോൾ പക്ഷെ കുഞ്ഞാപ്പിന്ന് ഭയങ്കര ഉറക്കം. വിളിച്ചിട്ടാണെങ്കിൽ അവൾ എണീക്കണമില്ല. അപ്പൊ പിന്നെ ഞാൻ വിചാരിച്ചാൽ ഉറങ്ങിക്കോട്ടെ. കാരണം ഉറക്കത്തിൽ നിന്ന് നീ വിളിച്ചെണീപ്പിച്ചാലേ ഭയങ്കര പൊട്ടലത്തെ സ്വഭാവമാവും. ഓക്കെ, ലെറ്റ്സ് ഗോ. ഞാൻ വണ്ടി ഓടിച്ചു തുടങ്ങിയപ്പോ എന്തൊരു സുഖാന്ന് അറിയോ? സുഖം എന്നല്ല, ഇപ്പൊ സത്യം പറഞ്ഞാൽ മടിയായി തുടങ്ങി. അടുത്തുള്ള സ്ഥലത്ത് പോകാൻ പോലും ഇപ്പൊ വണ്ടി ആശ്രയിക്കേണ്ടി വരാ. നേരത്തെ ഒക്കെ എന്താ പറയാ, ഇത് വണ്ടി അറിയില്ലാത്ത സമയത്തൊക്കെ നമ്മള് എങ്ങനെയാണെങ്കിലും നമ്മൾ നടന്നിട്ടല്ലേ പോവാറ്. ഇപ്പൊ പക്ഷെ ഫുൾ വണ്ടിയില്ലാത്ത. പക്ഷെ കുറയ്ക്കണം. ഇത് പിന്നെ കുറച്ച് ദൂരമുണ്ട്, കുറച്ച് ദൂരം ഉണ്ടോ. നമ്മൾ സാധാരണ നടക്കാറാ പതിവ്. പിന്നെ ഇപ്പൊ നടക്കാൻ കുഴപ്പമില്ല. തിരിച്ചു ഡാൻസ് കഴിഞ്ഞ് നടക്കാൻ എല്ലാവർക്കും വയ്യണ്ടാവും. അപ്പൊ ഈ ഏരിയയിലുള്ള ചേച്ചിമാരൊക്കെ എന്റെ കൂടെ തന്നെയാ വരാം. ലോട്ട് എടുക്കും മുന്നേ തിരുവാതിരക്കാരൊക്കെ ഇതേ പ്രാക്ടീസ് ചെയ്യാണ് ഡാൻസ്. കറികൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ വല്ല വ്യത്യാസം ഞാൻ പറയാം. എന്നിട്ട് അഭിപ്രായ വ്യത്യാസങ്ങളും പറയണേ. പേര് നമ്മൾ 17 ഫാമിലിയാ. ഞാൻ ലോട്ട് എടുത്തു ഗൈസ്. എനിക്ക് ആദ്യം കിട്ടിയത് കൂട്ടുകറിയാണ്. ഈ കറി ഞാൻ ഇതുവരെ വെച്ചിട്ടില്ല. അതുപോലെ തന്നെ കുഞ്ഞാപ്പിക്ക് എളുപ്പം നമുക്ക് ഇതൊക്കെ വെക്കാൻ കുറച്ച് പാടാണ്. അപ്പോൾ ഈ നിൽക്കുന്ന ചേച്ചി എനിക്ക് കറി എക്സ്ചേഞ്ച് ചെയ്ത് തന്നു കേട്ടോ. അപ്പൊ എനിക്ക് ഇപ്പോൾ ഉള്ളത് പൈനാപ്പിൾ പച്ചടിയാണ്. അത് ഞാൻ ഓൾറെഡി ഉണ്ടാക്കിയിട്ട് എനിക്ക് എക്സ്പീരിയൻസ് ഉള്ള കാരണം ഐ എം ഹാപ്പി. പിന്നെ ജിത ചേച്ചി നല്ലോണം ബേക്ക് ചെയ്യൂട്ടോ. അപ്പൊ ചേച്ചി നമുക്ക് കേക്ക് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതെല്ലാവരും കഴിച്ചിട്ട് നമ്മൾ ഡാൻസ് പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്തു. ഡാൻസിന്റെ പ്രാക്ടീസ് വീഡിയോസ് ഒന്നും ഞാൻ ഇതിൽ കൊടുക്കുന്നില്ല കേട്ടോ ഗൈസ്. അങ്ങനെ എല്ലാവരും തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. സോ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.